അങ്ങനെ ഒരുപാട് അപ്ലൈ ചെയ്ത് ഫൈനലി എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോണിൽ റീചാർജ് തീർന്നിരിക്കുകയായിരുന്നു. ലൊക്കേഷൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഇറങ്ങി. 3 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് ഞാൻ 1 മണിക്ക് തന്നെ ഇറങ്ങി. കാരണം ദുബായ് മെട്രോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 മണി ആയപ്പോഴത്തേനും ലൊക്കേഷൻ എത്തി. ഓഫീസിലേക്ക് ഒരുപാട് നേരത്തെ അങ്ങോട്ട് കയറി ചെന്നാൽ കുറച്ച് അവക്കേർഡ് ആവില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ കുറേ നേരം മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറേ നേരം ഇരുന്നിരുന്ന് ഇൻ്റർവ്യൂവിൻ്റെ ടൈം ആയപ്പോൾ ഓഫീസിൽ പോയി. നല്ല രീതിക്ക് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ റോൾ എനിക്ക് അത്ര ആപ്റ്റ് ആയിരുന്നില്ല. അതെനിക്കും മനസ്സിലായി, ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കും മനസ്സിലായി. അപ്പോൾ നമ്മൾ ടാറ്റ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ എനിക്ക് നല്ല വിഷമമായിരുന്നു കേട്ടോ. ഈ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര വിഷമിച്ചിട്ടാണ് ഇറങ്ങിയതെന്ന്. പിന്നെ ഞാൻ അടുത്തുപുറത്തുണ്ടായിരുന്ന ഒരുപാട് കമ്പനീസിലൊക്കെ കയറി എൻ്റെ കയ്യിലുണ്ടായിരുന്ന CVs ഡയറക്റ്റ് കൊടുത്തു. പിന്നെ ഈ വിഷമമൊക്കെ മാറാനായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നേരം മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ആളുടെ ഓഫീസ് ടൈം കഴിയാനായപ്പോൾ ആളുടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് പോയി. പിന്നെ അവിടെ അടുത്തൊരു സിറ്റി സെൻറ്റർ മാളുണ്ടായിരുന്നു. അവിടെ കുറേ നേരം കറങ്ങി നടന്നു. ഫൈനലി എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോഴും ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കരാമയിൽ പോയി മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോൾ എൻ്റെ മൂഡൊക്കെ ലിഫ്റ്റായി. മന്തി കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾ മന്തി കഴിച്ചു. ഫസ്റ്റ് അവർ മട്ടൻ സൂപ്പാണ് സെർവ് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഹണി ചില്ലി അൽഫാം കഴിച്ചു. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ബൈ.